സ്ക്വയർ ഏരിയകൾ വ്യാപകമായിട്ടുള്ള പേരാൽ മരം 1500 വർഷം പഴക്കമുള്ള മരങ്ങൾ ഇന്നും ഇന്ത്യയിൽ തന്നെയുണ്ട്. അത് ഒരു ഉദാഹരണം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പേരാൽ മരം തന്നെ ഒരുപാട് തലമുറകൾക്ക് കാണാൻ കഴിയുന്ന തരത്തിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ സംഗമിച്ച സമയത്ത് കുറേ ആൾക്കാർ പുതിയ ഒരു മരത്തിൻ്റെ പേര് പഠിക്കാൻ സാധിച്ചു. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മുടെ പഞ്ചാംഗം വളരെ കാലമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. പഞ്ചാംഗത്തിൽ അശ്വതി, ഇങ്ങനെ ഭരണി 27 നക്ഷത്രങ്ങളും അതിൻ്റെ മരമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളാരും അത് മനസ്സിലാക്കാനോ അതിനെക്കുറിച്ച് വിലയിരുത്താനോ തയ്യാറായിട്ടില്ല. മുമ്പ് നമ്മുടെയൊക്കെ ഇല്ലങ്ങളിൽ ഈ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 27 മരങ്ങളും നമ്മുടെ തറവാട്ടിൽ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. ഇന്ന് അതിലൊരു 15ഓളം വൃക്ഷങ്ങൾ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നവയാണ്. ഇപ്പം മിക്കവാറും നമ്മുടെ ഇല്ലെങ്കിൽ കാവുകളിലുണ്ടാവും, കാവുകളിൽ അല്ലാത്തത്. ഇപ്പം ഇതിൽ 27 വൃക്ഷങ്ങളും എടുത്തു കഴിഞ്ഞാൽ 27 പൂർണ്ണമായിട്ടും ഔഷധങ്ങളിൽ ആയുർവേദ ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നവ മാത്രമാണ്. ഒന്ന് മികച്ചതെന്നോ ഒന്ന് മോശമെന്നോ എന്ന് പറയാൻ പറ്റില്ല. ഓരോന്നിനും അതിൻ്റെതായ സവിശേഷതകളുള്ള 27 മരങ്ങളാണ്. അപ്പോൾ ഒരു കാര്യം സംശയമില്ല, നമ്മുടെ ഋഷീശ്വരന്മാർ 1000, 1500 എത്രയോ 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു ചിട്ടപ്പെടുത്തൽ, അതായത് അശ്വതിക്ക് കാഞ്ഞിരം, ഭരണിക്ക് നെല്ലി, രേവതിക്ക് ലിപ്പ, ഇങ്ങനെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു യുക്തി ഉണ്ടാകും. ആ യുക്തി നമ്മളിനി കണ്ടെത്തണം. ഞാൻ വായിച്ചെടുത്തതും മനസ്സിലാക്കിയെടുത്തതുമായ കാര്യങ്ങളാണ് ഈ സമയം വൃക്ഷം വിതരണം ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു വെച്ചത്. അതിലപ്പുറം ഒരുപാട് കണ്ടെത്തലുകൾ നടത്താൻ നമുക്ക് ഈ മരം നട്ട് പരിപാലിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും. ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അശ്വതി എന്ന ഒരു നക്ഷത്ര സമൂഹം നമ്മുടെ ഗാലക്സിയിലുണ്ടെങ്കിൽ ആ ഗാലക്സിയിലുള്ള അശ്വതി എന്ന നക്ഷത്ര സമൂഹം പുറപ്പെടുവിക്കുന്ന ഊർജ കണങ്ങളെ വലിച്ചെടുക്കാനുള്ള കഴിവ് ഈ നെക്സോമിക്ക എന്ന സ്പീഷീസിൽപ്പെട്ട കാഞ്ഞിരം, വെള്ളിക്കാഞ്ഞിരമുണ്ട്, പിന്നെ മരം കാഞ്ഞിരമുണ്ട്. ഈ കാഞ്ഞിരം എന്ന ചവപ്പുള്ള ഒരു മരമാണല്ലോ. കാഞ്ഞിരം എന്ന സ്പീഷീസിൽപ്പെട്ട മരങ്ങൾക്കാണ് ഈ നമ്മുടെ ഗാലക്സിയിലെ അശ്വതി എന്ന നക്ഷത്ര സമൂഹം പുറപ്പെടുവിക്കുന്ന ഊർജ കണത്തെ വലിച്ചെടുക്കാനും അത് ഈ നക്ഷത്രക്കാരന് വളരെ പോസിറ്റീവ് വൈബ്രേഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി നൽകുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് അശ്വതി നക്ഷത്രക്കാരൻ കാഞ്ഞിരമരം നടണമെന്നും അതിനെ മുറിക്കാതിരിക്കണമെന്നും അതിൻ്റെ വളർച്ചയിലൂടെ ഉണ്ടാകുന്ന പോസിറ്റീവ് വൈബ്രേഷൻ ഈ നക്ഷത്രക്കാരനെ സ്വാധീനിക്കും എന്ന് പറയുന്നു. മാത്രമല്ല, എൻ്റെ നിരീക്ഷണങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, ഈ നക്ഷത്രത്തിൻ്റെ സ്വഭാവം പൂർണ്ണമായിട്ട്, നക്ഷത്രക്കാരൻ്റെ സ്വഭാവം എന്താണോ അത് പൂർണ്ണമായിട്ട് ഈ മരത്തിൽ ദർശിക്കാൻ കഴിയും. നമ്മൾ ഓരോ മരം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ചിലത് നല്ല ഉറച്ച മരമാണ്, ചിലർ മൃദുല സ്വഭാവമുള്ള മരങ്ങളാണ്. അങ്ങനെ ഓരോ മരങ്ങൾക്കും ഓരോ സ്വഭാവങ്ങൾ കാണാൻ കഴിയും. ഈ അശ്വതിയുടെ കാഞ്ഞിരം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ 27 സ്വഭാവത്തിലുള്ളതാണ്, പരസ്പര വിരുദ്ധങ്ങളായ സ്വഭാവങ്ങളാണ്. അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പം എനിക്ക് ഓരോ നക്ഷത്രത്തിൽ പ്രൂവ് ചെയ്യാൻ ഏറ്റവും ആദ്യവും അവസാനമായിട്ട് ഞാൻ 2 മരങ്ങളെയാണ് പറഞ്ഞുകൊണ്ടാണ് ആശ്രയിക്കുന്നത്. ആ 2 മരങ്ങൾ എല്ലാം പറയാൻ സമയമില്ലാത്ത 2 മരങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ പൂയൻ നക്ഷത്രക്കാരുടെ വൃക്ഷമായ അരയാൽ ഒരു പൊതുവായ ഒരു നിരീക്ഷണങ്ങളിലൂടെ നമുക്ക് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു നമ്മുടെ ഇടത്തൊരു പൂയ നക്ഷത്രക്കാരനുണ്ടെങ്കിൽ, ശങ്കരാചാര്യരുടെ നക്ഷത്രം പൂയാണ്. ലോകത്തിന് മുഴുവൻ ദർശനം നൽകിയ ശങ്കരാചാര്യ, പിന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ, അങ്ങനെ ഒട്ടനവധി ഋഷീശ്വരന്മാരുടെ ഒക്കെ നക്ഷത്രം പൂയാണ്. നമ്മുടെ ഇല്ലത്തൊരു പൂയ നക്ഷത്രക്കാരനുണ്ടെങ്കിൽ ആ പൂയ നക്ഷത്രത്തിൽ 4 മക്കളുണ്ടെങ്കിൽ പൂയ നക്ഷത്രക്കാരനായിരിക്കും ആ വീട്ടിലെ ഭാരം മുഴുവൻ, ആ ഇല്ലത്തെ ഭാരം മുഴുവൻ തലയിലേറ്റി നടക്കുന്ന ആളായിരിക്കും. അതായത് ഒരു ക്ഷേത്രത്തിൽ അരയാൽ എന്താണോ ധർമ്മം ചെയ്തത്, ഒരു പ്രദേശത്ത് ഇടിമിന്നലിൽ നിന്ന് സംരക്ഷിക്കുന്ന, ലോകത്ത് അരയാലിനോടും തുളസിയോടും കിടപിടിക്കാൻ പറ്റുന്ന വേറെ മരങ്ങളില്ല എന്ന് പറയാം. അത്രയും കൂടുതൽ ഓക്സിജന്റെ സാന്നിധ്യം, കുലകാലത്തുള്ള ഓക്സിജന്റെ സാന്നിധ്യം, O3യുടെ സാന്നിധ്യം, ഇവ ഈ മരത്തിന്റെ സമീപത്ത് നമ്മൾ ചെന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ ചിന്തയെ, നമ്മുടെ ആരോഗ്യത്തെ പോലും ഈ മരത്തിന് സ്വാധീനിക്കാൻ കഴിയുന്നതാണ്. അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു നോൺ ഡൊമസ്റ്റിക് ട്രീ എന്ന് പോലും അരയാലിനെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം ഉച്ച കഴിഞ്ഞാൽ ഈ അരയാലിന്റെ സമീപത്ത് പോലും പോകാൻ പാടില്ല എന്നാണ്. അപ്പോൾ എന്നാൽ അതേ സമയത്ത് നമ്മുടെ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ 7 പ്രദക്ഷിണം പറയുന്നത്. കാരണം പൊതുസ്ഥലങ്ങളിലാണ് മിക്കവാറും, നമ്മുടെ ഇല്ലങ്ങളിലൊക്കെ ആണെങ്കിൽ ധാരാളം സ്ഥലം ഉണ്ടാകും. അവിടെ പടിഞ്ഞാറ് ഭാഗത്ത് അരയാലും കിഴക്ക് ഭാഗത്ത് പേരാലും പറയുന്നുണ്ട്. ഈ
ഈ നമ്മുടെ വൃക്ഷായുർവേദ ഗ്രന്ഥങ്ങളിലെ ഏതൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം എന്ന് പോലും പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ ദീർഘമായ ഒരു ഭാഷയൊന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ പൂയം നക്ഷത്രത്തിന്റെ അരയാളി എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്വഭാവ ഗണങ്ങളിൽ നിന്ന് ആ നക്ഷത്രക്കാരനും അത് കാണാൻ കഴിയും. അതുപോലെ മറ്റു ഉദാഹരണം പറയാൻ ഈ വരാഹമിഹിരന്റെ വൃക്ഷായുർവേദത്തിലും അങ്ങനെ ഒട്ടനവധി വൃക്ഷായുർവേദ ഗ്രന്ഥങ്ങളിലെല്ലാം ആദ്യം പറയുന്ന ഒരു വാക്ക് ആത്മാർത്ഥ സൗഹൃദത്തിന്റെ പ്രതീകമാണ് ഇലഞ്ഞി എന്നാണ്. അനിഴ നക്ഷത്രക്കാരുടെ വൃക്ഷവും ഇലഞ്ഞിയാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നക്ഷത്രവും അനിഴാണ്. അപ്പൊ അതിൽ തന്നെ അതിന്റെ ആ ഒരു ഉറപ്പിക്കണം, ഈ വൃക്ഷത്തിന്റെ സ്വഭാവവും നക്ഷത്രക്കാരുടെ സ്വഭാവവും ഒരുപോലെയാണ് എന്ന് ഉറപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. കൂടുതൽ നിങ്ങളുടെ പരീക്ഷണങ്ങളും നിങ്ങളുടെ ഗവേഷണങ്ങളും കൂടുതൽ പഠനങ്ങളും നടത്തി സ്വന്തം നക്ഷത്രക്കാരന് ആ വൃക്ഷത്തിന് സ്വാധീനം എന്തൊക്കെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞ് അത് നമ്മുടെ തലമുറകളിലേക്ക് നൽകുക. പരമാവധി ഈ വൃക്ഷങ്ങൾ നട്ടുപരിപാലിക്കുവാനുള്ള ഒരു പദ്ധതിയാണ്. വൃക്ഷങ്ങൾ മുറിക്കുന്ന സ്വഭാവമാണ്. ഇപ്പോൾ ഒരു മരം മുറിക്കാൻ പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ തയ്യാറാവും. മരം നടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരും തയ്യാറാവില്ല. ഒരു അശ്വതിയുടെ ഒരു കാഞ്ഞിരം നട്ടു എന്ന് നമുക്ക് എവിടെയും കേൾക്കാനേ കഴിയില്ല. കാഞ്ഞിരം ഒരു ഉപകാരം ഇല്ലാത്തതാണ് നമ്മൾ വിചാരിക്കുക. എന്നാൽ അങ്ങനെയല്ല. ഒരു മാവിന്റെ മുകളിൽ മാമ്പൂ കരിഞ്ഞു പോകാതെ നിൽക്കണമെങ്കിൽ കാഞ്ഞിര മരത്തിന്റെ പൂവിന്റെ മുകളിൽ ഒരു വണ്ട് പോയിരിക്കും. ആ കാഞ്ഞിരപ്പൂവിന്റെ മുകളിൽ പോയിരിക്കുന്ന വണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ മാമ്പൂവിന്റെ മുകളിൽ പോയിരുന്നു കഴിഞ്ഞാൽ ആ മാമ്പൂവിന് കരിയാതെ മാങ്ങയായി മാറാനുള്ള കഴിവ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ മരങ്ങളെല്ലാം പരസ്പര പൂരകമാണ്. കാഞ്ഞിരമില്ലെങ്കിൽ മാവിന്റെ മുകളിൽ ധാരാളം മാങ്ങ ഉണ്ടാവില്ല. അപ്പൊ അത്രയും നമ്മൾ ധരിച്ചിരിക്കുന്നത് കാഞ്ഞിരം എന്തിനാ? നമ്മൾ റബ്ബറും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാവും പ്ലാവും ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള മാത്രം